ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല നാടൻ എരിവുള്ള മിക്സർ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് യോ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സറിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി വറുത്തെടുത്ത അരിപ്പൊടിയാട്ടാ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ അത്. ഇനി ഇതിലേക്ക് വേണ്ടത് എരിവിനും കളറിനൊക്കെ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എടുക്കുമ്പോഴേ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാട്ടാ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായം പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാവിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ടൈമായി കഴിഞ്ഞാൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇപ്പോൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അത് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാട്ടാ. മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടേ പച്ചവെള്ളം തന്നെ എടുത്താൽ മതി കേട്ടാ. ഇതുപോലെ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാട്ടാ. ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കുഴച്ചെടുക്കുന്നത് മാവിന് മയം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാട്ടാ. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ഇപ്പോൾ ഞാൻ ഒരു നൂലപ്പത്തിന്റെ അച്ചിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അച്ചിലേക്ക് നമ്മൾ നൂലപ്പത്തിനൊക്കെ മാവ് നിറയ്ക്കുമല്ലോ അതുപോലെ തന്നെ ഇതിലേക്ക് ഈ മാവ് നിറച്ചു കൊടുക്കാട്ടാ. ഇനി ഒരു പാനിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ അത്യാവശ്യം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മാവ് ഇതുപോലെ പിഴിഞ്ഞിട്ട് കൊടുക്കാട്ടാ. ഇനി ഒരു വശം നല്ല പോലെ ക്രിസ്പി ആയി വരുമ്പോൾ അടുത്ത വശം പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാട്ടാ. ഇപ്പോ 2 വശവും നല്ല പോലെ ഫ്രൈ ആയി ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി മാവും ഫ്രൈ ചെയ്തെടുക്കാട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബൂന്തി തയ്യാറാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബൂന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഈ മാവൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇഡ്ഡലി മാവിന്റെ കട്ടിയിലായിരിക്കണം കേട്ടാ നമ്മുടെ ബൂന്തിയുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ബൂന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പത്തവിയിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാട്ടാ. പിന്നെ എണ്ണ നന്നായി ചൂടായിട്ട് വേണം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നാലേ ബൂന്തി എണ്ണയിൽ നിന്ന് പൊന്തി കിട്ടുള്ളൂ കേട്ടാ. നമ്മ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സേവ ഉണ്ടല്ലോ അതിന്റെ ചൂടൊക്കെ നാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാട്ടാ. ഇപ്പോ നമ്മുടെ ബൂന്തി നന്നായി ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്ത് നമ്മ പൊടിച്ചു വെച്ച സേവ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോ നമ്മുടെ ബൂന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 5 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി എടുക്കുമ്പോഴേ തൊലി കളയാതെ വേണോട്ടാ എടുക്കാൻ. ഇപ്പോ നമ്മുടെ വെളുത്തുള്ളിയും നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോ കറിവേപ്പിലയും നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടാ. പൊട്ടുകടല ഒരുപാടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ടേട്ടാ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോ നമ്മുടെ കപ്പലണ്ടിയും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ. മിക്സ്ചറിന്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടുതൽ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ. ഇത്രയും ചേർത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ. അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ നല്ല എരിവുള്ള നാടൻ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടാ. അപ്പോൾ ഇതുവരെ മിക്സ്ചർ ആരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.